കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇഗ്നോ ഫോക്കസ് 2.0 ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലെ പാർട്ടിലേക്ക് സ്വാഗതം. MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ അനാലിസിസ് പാർട്ട്. നമ്മൾ MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഇഗ്നോയുടെ MA സോഷ്യോളജിയുടെ കോഡ് പേപ്പർ ആയിട്ടുള്ള സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റിന്റെ ജൂൺ 2020, December 2020, June 2021, December 2021, June 2022, December 2022, June 2023, December 2023 ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ അത് അനലൈസ് ചെയ്യുകയാണ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക് ആണ് സിലബസിൽ കവർ ചെയ്തിട്ടുള്ളത്, അതിന്റെ MSO 003യുടെ നോട്ടബിൾ പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു സെക്ഷനിലൂടെ. സോ കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ്. സിലബസിലെ ടോപ്പിക്സുകൾ നമ്മൾ ഒന്ന് നോക്കുകയാണ്. ബ്ലോക്ക് 1 എടുത്തു കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡയമെൻഷൻസ് നമ്മൾ നോക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്, അത് ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്യുന്നതാണ്. പിന്നെ പാരഡിജം ഷിഫ്റ്റ്സ് ഇൻ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ്, അത് കൂടുതലായിട്ട് ചോദിച്ചതായിട്ട് കാണപ്പെടുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതിന്റെ വേരിയസ് ആസ്പെക്ട്സും ക്വസ്റ്റ്യൻസിൽ അഡ്രസ് ചെയ്ത് വരുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ബ്ലോക്ക് 2 വന്നിട്ട് പെർസ്പെക്ടീവ്സ് ഓൺ ഡെവലപ്മെന്റ് ആണ്. ഇതിനകത്ത് ഗാന്ധിയൻ, ലിബറൽ, മാർക്സിയൻ പെർസ്പെക്ടീവ്സ്. ഗാന്ധിയൻ പെർസ്പെക്ടീവ്സ് ഓൺ ഡെവലപ്മെന്റ് ഒരു റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് ആൻഡ് ദിയർ എവല്യൂഷൻ ആർ റെഗുലർലി എക്സാമിൻഡ്. ഒരുപാട് ചോദിക്കുന്നുണ്ട് ലിബറൽ തോട്ടും അതിന്റെ എവല്യൂഷനും. പിന്നെ മാക്സിയൻ ഐഡിയാസ് ആൻഡ് നിയോ മാക്സിയൻ അപ്രോച്ച് ടു ഡെവലപ്മെന്റ് ഓഫൺ ആയിട്ട് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബ്ലോക്ക് 3 വന്നിട്ട് ക്രിറ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇതിനകത്ത് ഡിപെൻഡൻസി തിയറി ആൻഡ് ക്രിറ്റിസിസം ഓഫ് ഗ്രോത്ത് മോഡൽസ് ആണ് ചോദിക്കുന്നത്. ഡിപെൻഡൻസി തിയറി ഓഫ് അണ്ടർ ഡെവലപ്മെന്റ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്നുണ്ട്. ക്രിറ്റിസിസം ഓഫ് ഗ്രോത്ത് ഓറിയന്റഡ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ബ്ലോക്ക് 4 വന്നിട്ട് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിനകത്ത് മൈക്രോ പ്ലാനിംഗ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, മൈക്രോ പ്ലാനിംഗ് ആൻഡ് പ്രോസസ് ഇൻ ഇന്ത്യ റെഗുലർലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിന്റെ ഹിസ്റ്റോറിക്കൽ കണ്ടക്സ്റ്റും ക്രിറ്റിസിസും ഒക്കെ ചോദിക്കുന്നുണ്ട്. അടുത്ത ബ്ലോക്ക് 5 വന്നിട്ട് കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. കമ്പാരിറ്റീവ് അനലൈസ് ഓഫ് കൺട്രീസ്. സോ വേരിയസ് കൺട്രീസ് ആയിട്ടുള്ള ഒരു അനലൈസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബ്രസീൽ, ഇന്ത്യ, കാനഡ ഫ്രീക്വന്റ്ലി ചോദിക്കുന്നുണ്ട്. പിന്നെ എമർജൻസ് ഓഫ് എക്കണോമിക് നാഷണലിസം, അതിന്റെ ഇംപ്ലിക്കേഷൻസും റെക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 6 നോക്കുമ്പോൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ ആണ്. ഗ്ലോബലൈസേഷൻ വന്നിട്ടുള്ള ഇമ്പാക്ട് എങ്ങനെയാണ് എക്കണോമിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ഡയമെൻഷൻസിനെ അഫക്ട് ചെയ്തിട്ടുള്ളത്, ഒരു റെക്കറിംഗ് തീമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രേഡ് ലിബറലൈസേഷൻ ആൻഡ് ഇറ്റ് ഇംപ്ലിക്കേഷൻസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ബ്ലോക്ക് 7 വന്നിട്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ്. ഇതിനകത്ത് വരുന്ന ഒരു ടോപ്പിക് ആണ് നോളജ് സൊസൈറ്റി ആൻഡ് ഡിജിറ്റൽ ഡിവൈഡ്. ഇതിന്റെ ഇഷ്യൂസ്, സൊസൈറ്റിയിൽ വരുന്ന വെബ് ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ഡിസ്പേഴ്സൽ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ബ്ലോക്ക് 8 വന്നിട്ട് ഡെവലപ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് ആണ്. ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് മൂവ്മെന്റ്സ്, ലാർജർ ഡാംസ് വരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റിലോട്ട് ലീഡ് ചെയ്യുന്നത്. എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ലൈക്ക് ഗ്രീൻ പീസ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റിന്റെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഈ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നതെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യൂ, ഡിപെൻഡൻസി തിയറി എക്സ്പ്ലെയിൻ ചെയ്യും, ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ട ചോദ്യങ്ങളാണ് വരുന്നത്.
അതേപോലെ തന്നെ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഓഫ് ഡെവലപ്മെന്റ് പെർസ്പെക്ടീവ്, ഗാന്ധിയൻ മാർക്സിയൻ പെർസ്പെക്ടീവ്, ലിബറൽ പെർസ്പെക്ടീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യൂ, അതിന്റെ വിശദമായിട്ട് അതിനെ എഴുതൂ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്ത വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസിനകത്ത് ക്രിട്ടിക്കലി എക്സാമിൻ ആൻഡ് അനലൈസ് വേരിയസ് ഡെവലപ്മെന്റ് മോഡൽസ് ആൻഡ് തിയറീസ്. നിങ്ങൾ എക്സാമിൻ ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം, അതിന്റെ വിവിധ വശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എക്സാമിന് എഴുതേണ്ടതായിട്ട് ചോദിക്കുന്നുണ്ട്. ആക്സസ് ദ ഇമ്പാക്ട് ഓഫ് പോളിസീസ് ആൻഡ് റിഫോംസ് ഓൺ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന പോളിസീസും റിഫോംസും അതിന്റെ വശങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അനലിറ്റിക്കൽ ആയിട്ട് നിങ്ങളുടെ യുക്തിബോധത്തിനനുസരിച്ച് എഴുതാനായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനി കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞാൽ മറ്റു കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനും അതിന്റെ ഇംപ്ലിക്കേഷനും എങ്ങനെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ദ ഡെവലപ്മെന്റൽ എക്സ്പീരിയൻസ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. മറ്റുള്ള കൺട്രീസുമായിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇപ്പൊ ബ്രസീൽ, കാനഡ പോലുള്ള കൺട്രീസുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാമിന്റെ ഇംപ്ലിക്കേഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ട്രേഡ് ലിബറലൈസേഷൻ പോലുള്ള കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനി നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ്, എക്സാമിന് വരുന്ന നോട്ടബിൾ പാറ്റേൺസും ട്രെൻഡ്സും നോക്കാം. റെക്കറിംഗ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് തീംസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിപെൻഡൻസി തിയറി, പെർസ്പെക്ടീവ്സ് ഓഫ് ഡെവലപ്മെന്റ്, ഗാന്ധിയൻ, ലിബറൽ ആൻഡ് മാർക്സിയൻ ഹെവിലി എംഫസൈസ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ്. പിന്നെ സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ജെൻഡർ പെർസ്പെക്ടീവ്സ് ഫ്രീക്വന്റ്ലി അഡ്രസ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ്. അടുത്ത കോംപ്രിഹെൻസീവ് കവറേജ് ആണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് സിലബസിന്റെ ഒരു ബ്രോഡ് റേഞ്ച് ഓഫ് ഏരിയ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വേണം. സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് പഠിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിനകത്ത് വന്നു, ഡെവലപ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഇന്നർ മീനിങ് എന്താണ്. അപ്പൊ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ നോക്കാം. ഓഫൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പല പല സോഷ്യോളജിക്കൽ തിയറീസും പെർസ്പെക്ടീവ്സും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. അല്ലാതെ ഒരു ടോപ്പിക്കിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള പല ടോപ്പിക്കുകളും ഇന്റർമിക്സ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യാനും ക്രിട്ടിക്കലി അതിനെ മനസ്സിലാക്കാനും അതിനെ ഡിസ്കസ് ചെയ്യാനും അതിന്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാനും ഒക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുന്നത്. ഇനി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓരോ ബ്ലോക്കിൽ നിന്നും ഉള്ളത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാർട്ടിനകത്ത്. ഇനി ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്. ബ്ലോക്ക് 1 എടുത്തു കഴിഞ്ഞാൽ ദ കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 9 ക്വസ്റ്റ്യൻ ആണ്. പെർസെന്റേജ് വരുന്നത് 11.25% ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്ക് 1ൽ നിന്ന് ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 എടുത്തു കഴിഞ്ഞാൽ പെർസ്പെക്ടീവ്സ് ഓഫ് ഡെവലപ്മെന്റ് ടോട്ടൽ 13 ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 2വിനകത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഒരു 16.25% ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 2ൽ നിന്ന് തന്നെ വന്നതായിട്ട് കാണുന്നുണ്ട്. ബ്ലോക്ക് 3 എടുത്തു കഴിഞ്ഞാൽ ക്രിട്ടിക്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻ വന്നിട്ട് 12 ക്വസ്റ്റ്യൻ ആണ്. പെർസെന്റേജ് വന്നിട്ട് 15% ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 എടുത്തു കഴിഞ്ഞാൽ അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് 12 ആണ്. പെർസെന്റേജ് വന്നിട്ട് 15% ഓഫ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 4ൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 5 വന്നിട്ട് കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 10 ക്വസ്റ്റ്യൻസ് ആണ്. പെർസെന്റേജ് എന്ന് പറയുന്നത് 12.50% ആണ്. ബ്ലോക്ക് 6 വന്നിട്ട് ഗ്ലോബലൈസേഷൻ ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 10 ക്വസ്റ്റ്യൻസ് ആണ്. പെർസെന്റേജ് എന്ന് പറയുന്നത് 12.50% ആണ്. അടുത്ത ബ്ലോക്ക് 7 വന്നിട്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ആണ്. ഇതിനകത്ത് ടോട്ടൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് 6 ക്വസ്റ്റ്യൻസ് ആണ്. പെർസെന്റേജ് വന്നിട്ട് 7.50% ആണ്. ബ്ലോക്ക് 8 വന്നിട്ട് ഡെവലപ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് 8 ക്വസ്റ്റ്യൻസ് ആണ്. പെർസെന്റേജ് എന്ന് പറയുന്നത് 10% ആണ്. സോ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു ബാർ ചാർട്ട് ബേസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ഒബ്സർവേഷൻസ് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഹൈ ഫ്രീക്വൻസി ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4. ബ്ലോക്ക് 2 വന്നിട്ട് പെർസ്പെക്ടീവ്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇതിനകത്ത് ഹൈയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ലൈക്ക് ഗാന്ധിയൻ, മാർക്സിയൻ, ലിബറൽ പെർസ്പെക്ടീവ്സ് എന്താണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 2ൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ബ്ലോക്ക് 3 വന്നിട്ട് ക്രിട്ടിക്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ബ്ലോക്ക് 4 വന്നിട്ട് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്ലോക്കിന്റെ. സെക്കൻഡ് വന്നിട്ട് മോഡറേറ്റ് ഫ്രീക്വൻസി ബ്ലോക്ക് ആണ്. ഇതിനകത്ത് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 5ഉം ബ്ലോക്ക് 6ഉം ആണ്. ബ്ലോക്ക് 5 വന്നിട്ട് കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ബ്ലോക്ക് 6 വന്നിട്ട് ഗ്ലോബലൈസേഷൻ ആണ്. മോഡറേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നത്. അതിന്റെ സിഗ്നിഫിക്കന്റ് റോളുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ ഡെവലപ്മെന്റ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് ഡിഫറെന്റ് കണ്ടക്സ്റ്റിൽ എന്നുള്ളത് മനസ്സിലാക്കാനും ഗ്ലോബലൈസേഷന്റെ ഇമ്പാക്ട് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ബ്ലോക്കിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇനി ലോ ഫ്രീക്വൻസി ബ്ലോക്ക് ആണ്. ലോ ഫ്രീക്വൻസി ബ്ലോക്കിനകത്ത് വരുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 7, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്.
ലീസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിക്കുന്നത്. അതിന്റെ ലെറ്റ്സ് എംഫസൈസ് ആണ് ചോദിക്കുന്നത്. പക്ഷേ പൊട്ടൻഷ്യാലിറ്റി വളരെ ഹൈ ആണ്. കാരണം ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റു ബ്ലോക്കുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ഇനിയുള്ള എക്സാമിന് വരുമ്പോൾ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഹൈ ആണ്. ലേണേഴ്സ്, നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് ഈ ഒരു ബ്ലോക്കുകളിൽ നിന്ന് വേണ്ടത്. ഫെയർലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് കവറേജ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും ഉണ്ടായിരിക്കണം. ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള മാപ്പ് എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിലും എത്ര ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ്. സോ നമ്മൾ യൂണിറ്റ് വൈസ് അനാലിസിസ് ആണ് നോക്കുന്നത്. MSU 003യുടെ ഡിഫറെന്റ് എക്സാമിനേഷന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഏതൊക്കെ യൂണിറ്റ് നമ്മൾ ഹൈ ഫ്രീക്വൻസി കൊടുത്തിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Frequency of questions per unit. High frequency units വന്നിട്ട് യൂണിറ്റ് 10 5 questions ആണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 11 5 questions. യൂണിറ്റ് 14 5 questions. യൂണിറ്റ് 6 14 കട്ട് ചെയ്യണം. യൂണിറ്റ് 6 5 questions. ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 1ഉം യൂണിറ്റ് 22 ആണ്. 4 questions വെച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 3 questions വെച്ച് ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 13 യൂണിറ്റ് 20 യൂണിറ്റ് 23 യൂണിറ്റ് 24 യൂണിറ്റ് 28 യൂണിറ്റ് 30 യൂണിറ്റ് 4 യൂണിറ്റ് 5 യൂണിറ്റ് 7 യൂണിറ്റ് 8 യൂണിറ്റ് 9 ഇതൊക്കെ 3 questions വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്ത ലോ ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത് 2 questions മാത്രമേ വന്നിട്ടുള്ളൂ. അത് വന്നിട്ടുള്ളത് യൂണിറ്റ്സ് എന്ന് പറയുന്നത് 12 15 16 19 21 25 27. 1 questions ചോദിച്ചിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് 17 18 and 26 ആണ്. ആ ഒരു ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. ഇനി കീ ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 10 social and human development, unit 11 general perspective on development, unit 14 ethno development, unit 6 liberal perspectives on development. High frequency of questions ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഡെവലപ്മെന്റും അതിന്റെ പെർസ്പെക്ടീവ്സും ഒക്കെ എംഫസൈസ് ചെയ്ത് വരുന്ന ഒരു യൂണിറ്റ് ആണ് ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 1 ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ്, യൂണിറ്റ് 22 ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഇൻഡിജിനിയസ് നോളജ്, യൂണിറ്റ് 23 VTO GATT GATS capital and human flows. ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ലെസ് എംഫസൈസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബട്ട് കമ്പയർ ടു ഹൈ ഫ്രീക്വൻസി യൂണിറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ്സ് തന്നെയാണ് മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലോ ഫ്രീക്വൻസി യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് 17 കാനഡ, യൂണിറ്റ് 18 സിംബാബ്വെ, യൂണിറ്റ് 26 ചേഞ്ചിങ് റോൾസ് ഓഫ് മീഡിയ ആൻഡ് ICTS ഓൺ എംപ്ലോയ്മെന്റ്. ഇതിനകത്ത് ലെസ് ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ക്രിട്ടിക്കൽ റോളും അതിന്റെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മറ്റുള്ള യൂണിറ്റ്സും ആയിട്ടുള്ള കമ്പാരിസേഷൻ ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇനി ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിട്ടിക്കൽ അപ്രൈസസ് ഓൺ ഡിസ്കോഴ്സ് ഓഫ് വെബ് ബേസ്ഡ് നോളജ് ഡിസ്പേഴ്സൽ, ചേഞ്ചിങ് നോഷൻസ് ഓഫ് ഡെവലപ്മെന്റ്, സിവിൽ സൊസൈറ്റി ആൻഡ് എംപവർമെന്റ് on marginalized civil society and social movements, concern to trade liberalization of developing countries, convergence between mass media and globalization, criticism on growth-oriented theories of development and the need for holistic approach, criticism of liberal perspectives on development, criticism on the concept of sustainable development, cultural dimensions of globalization, dam and displacement, person and values, debates on large dams in India, decline of the paradigm, പിന്നെ വന്നിട്ടുള്ളത് development, social and human dimensions, economic nationalism in Brazil, economic nationalism in Canada, economic process and real progress, economic reforms in India since 1990s, economic reforms on the sectors of India since 1990s, emergence of alternative approach, Gandhian perspectives on development, Giddens theory on modernity, environment and politics, Greenpeace movement and objectives, growth models of development, growth models on economic development, growth-oriented theories of development, how can one define dependence theory, identification of gender need, role and strategy, implication on trips of third world countries, trips and agreement ചോദിക്കുന്നുണ്ട്, identification of gender need and strategy, knowledge society, knowledge and information society, Marxian idea on development, Marxist idea on development, modernization perspective on development, multiple connotation of development, neo-Marxian approach to development, paradigm shift in development strategies, participatory approach of the management of natural resources, perspective on social change, perspective on women development, population problem in India, post-independent phase of development, protection of indigenous and traditional knowledge, role of civil society in empowering marginalized, social challenges in Brazil since 1980s, sociological perspective on change, stagnation of Indian economy,
streams of liberal thought, the concept on development, concept, need and objectives, women, gender and development, World Trade Organization, function, principle and scope. ഇപ്പൊ ഇത്രയും ഒരു ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ് ആണ് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് ആ ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു റേഞ്ച് ആണ് കാണിക്കുന്നത്. ഇനി ഈ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് നമ്മൾ ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് പെർ ടോപ്പിക് നമ്മൾ നോക്കുകയാണ്. ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ criticism on the concept of sustainable development, streams of liberal thought, emergence of alternative approach. 4 questions ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. Moderate frequency topics എന്ന് പറയുമ്പോൾ 3 questions വന്നിട്ടുള്ള topics എന്ന് പറയുന്നത് cultural dimension of globalization, participatory approach for the management of natural resources. 2 topics വന്നിട്ടുള്ള questions നമുക്ക് നോക്കാം. Critical appraisals of the discourses on web-based knowledge dispersal, concern to trade liberalization for developing countries, economic process and real progress, implication of trips of third world countries. Next വന്നിട്ട് 3 questions വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. 3 questions അല്ല, 2 questions ആണ്. ഞാൻ അതൊന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. 2 questions വന്നിട്ടുള്ള വീണ്ടും വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് perspective on women's development, population problem in India, protection of indigenous and traditional knowledge, the concept, need and objectives, women, gender and development. So based on visualization, high frequency topics നമ്മൾ നോക്കുകയാണ്. Criticism on the concept of sustainable development, streams of liberal thought, emergence of alternative approach. വളരെ frequently ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരു critical importance നമ്മുടെ സിലബസിൽ ഈ ടോപ്പിക്സിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി moderate frequency topics എന്ന് പറയുമ്പോൾ cultural dimensions of globalization, participatory approach for the management of natural resources, critical appraisal on discourse of web-based knowledge dispersal. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മോഡറേറ്റ് ഫ്രീക്വൻസി ടോപ്പിക്സിൽ കവർ ചെയ്യുന്നത്. ലോ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്നേ വരെ ചോദിച്ചിട്ടുള്ളൂ. സിലബസിനകത്ത് ഒരുപാട് ഏരിയാസ് ഇതേപോലെ ലോ ഫ്രീക്വൻസി ഏരിയാസ് വരുന്നുണ്ട്. ഇനി മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ നോക്കുകയാണെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസിനും എത്ര പെർസെന്റേജ് ഓഫ് മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിലൂടെ നോക്കുന്നത്. അതിന്റെ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദിസ് ചാർട്ട്. നമുക്ക് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. സോ based on the marks എന്ന് പറയുമ്പോൾ നമ്മൾ 5 questions ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് MS003 എഴുതേണ്ടത്. ഈ 5 questions ഓരോ ക്വസ്റ്റിനും 20 മാർക്സ് വീതം വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് വൈസ് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ബ്ലോക്ക് 1 കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് ടോട്ടൽ മാർക്ക് വരുന്നത് 80 മാർക്സിനോളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 വന്നിട്ട് പെർസ്പെക്ടീവ്സ് ഓൺ ഡെവലപ്മെന്റ് ആണ്. 100 മാർക്സിനോടുള്ള ചോദ്യങ്ങൾ ബ്ലോക്ക് 2 നിന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ബ്ലോക്ക് 3 എന്ന് പറയുന്ന ക്രിറ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ്, ബ്ലോക്ക് 4 അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഏകദേശം 100 മാർക്സിനോളം ചോദ്യങ്ങൾ ആ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചായിട്ട് കാണുന്നുണ്ട്. ഇനി ബ്ലോക്ക് 5 വന്നിട്ട് കമ്പാരിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. 80 മാർക്സിനോളം ചോദ്യങ്ങൾ ചോദിച്ചായിട്ട് കാണുന്നുണ്ട്. ബ്ലോക്ക് 6 വന്നിട്ട് ഗ്ലോബലൈസേഷൻ ആണ്. ഏകദേശം 100 മാർക്സിനോളം ചോദ്യങ്ങൾ ആ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 7 വന്നിട്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ആണ്. ടോട്ടൽ 40 മാർക്സിനോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 8 വന്നിട്ട് ഡെവലപ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് ആണ്. ടോട്ടൽ 80 മാർക്സിനോളം ചോദിച്ചിട്ടുണ്ട്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ള യൂണിറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് 10 സോഷ്യൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, യൂണിറ്റ് 11 ജെൻഡർ പെർസ്പെക്ടീവ് ഓൺ ഡെവലപ്മെന്റ്, യൂണിറ്റ് 14 എക്കണോമിക് ഡെവലപ്മെന്റ്, യൂണിറ്റ് 6 ലെവൽ ഓഫ് പെർസ്പെക്ടീവ് ഓൺ ഡെവലപ്മെന്റ്, യൂണിറ്റ് 20 എക്കണോമിക്, social and cultural dimensions of globalization, unit 4 sustainable development, unit 9 dependency theory of development, unit 5 modernization, unit 7 Marxian perspective on development, unit 13 ecology and environment and development, unit 24 dimensions of knowledge society, unit 28 Greenpeace movement, unit 30 civil society movements and grassroots initiatives. Low frequency marks വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 40 മാർക്സിനോളം വന്നിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 12 മൈക്രോ പ്ലാനിംഗ്, യൂണിറ്റ് 15 population and development, unit 21 liberalization and structural adjustment program, unit 2 change, modernization and development, unit 16 India, unit 19 Brazil, unit 27 dam and displacement, unit 25 critique of knowledge society. 20 മാർക്സിനോളം വന്നിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് 17 കാനഡ, യൂണിറ്റ് 18 Zimbabwe, unit 26 changing roles of media and ICT use on employment. Mark distribution per unit നമ്മൾ നോക്കുമ്പോൾ highest mark distributions വന്നിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുമ്പോൾ criticism on the concept of sustainable development, streams of liberal thought, emergence of alternative approach 80 മാർക്സിനോളം ചോദിച്ചിട്ടുണ്ട്. മോഡറേറ്റ് ടോപ്പിക് വന്നിട്ടുള്ള അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ 60 മാർക്സിനോളം ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ് participatory approach on management of natural resources, Greenpeace movement and its objectives, cultural dimension of globalization, how can one define dependency theory. 40 മാർക്സിനോളം വന്നിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കുമ്പോൾ a critical appraisal on the discourse of web-based knowledge dispersal, concerns of trade liberalization for developing countries,
economic progress and real progress, implication of TRIPS for the third world countries, perspective on women development, population problem in India, protection of indigenous and traditional knowledge, the concept need and the objectives, women, gender and development. Low marks 20 മാർക്സിനകത്ത് പറയുന്ന ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് സബ്ജക്ട്സ് ചോദിച്ചിട്ടുണ്ട്, ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. ഇനി ബേസ്ഡ് ഓൺ ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ ടോപ്പിക് നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നോക്കുന്നതെന്നുള്ളത് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ലോ മാർക്സ് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് 20 മാർക്സിന് വരുന്ന ടോപ്പിക്സ് ആണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ വിഷ്വലൈസേഷൻ നമ്മൾ മാർക്സ് പെർ ടോപ്പിക്സ് ഉള്ളത് നോക്കി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ ബ്ലോക്ക് നോക്കി. ആവറേജ് മാർക്സ് പെർ ടോപ്പിക് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ബാർ ചാർട്ട് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ടിലാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, റെഫറൻസ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ടുള്ള വിഷ്വലൈസേഷൻ പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ദ സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട്, how one can define dependency theory, the concept need and the objectives, implication of TRIPS for third world countries, critical appraisal for the discourse of knowledge web-based dispersal. പിന്നെ വരുന്ന റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് economic progress and real progress, cultural dimension of globalization, criticism of the concept of sustainable development, growth models of economic development, emergence of alternative approaches, protection of indigenous and traditional knowledge, participatory approach for the management of natural resources, Greenpeace movement and its objectives, population problem in India, knowledge and information society, perspectives on women development, concerns of trade liberalization for developing countries. ഇതാണ് റെക്കറിംഗ് ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി പ്രഡിക്ഷൻസ് ഫോർ ഫ്യൂച്ചർ എക്സാം, നിങ്ങളുടെ വരുന്ന എക്സാമിനുള്ള പ്രഡിക്ഷൻസ് ആണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇനി നെക്സ്റ്റ് എക്സാമിന് ഏതൊക്കെ ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ള രീതിയിലുള്ള പാർട്ടിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ലൈക്ലി ഹൈ റെക്കറൻസ് ചാൻസസ് ഉള്ള ഒരു ടോപ്പിക് ആണ് സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൗ വൺ ക്യാൻ ഡിഫൈൻ ഡിപെൻഡൻസി തിയറി, ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Then next question എന്ന് പറയുന്നത് criticism on the concept of sustainable development, മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത വന്നിട്ട് കൾച്ചറൽ ഡയമെൻഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ ആണ്, റെലവൻസ് അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റഡീസിന് ഓപ്പൺ ചോദിക്കുന്നുണ്ട്. അടുത്ത വന്നിട്ട് എമർജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ആണ്, ഇമ്പോർട്ടൻസും അതിന്റെ ഡെവലപ്മെന്റ് പെർസ്പെക്ടീവ്സും ചോദിക്കുന്നുണ്ട്. അടുത്ത വന്നിട്ട് ഇംപ്ലിക്കേഷൻ ഓഫ് ട്രിപ്സ് ഫോർ തേർഡ് വേൾഡ് കൺട്രീസ് ആണ്, ട്രിപ്സിന്റെ അതിന്റെ സിഗ്നിഫിക്കൻസും ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സിലെ സ്റ്റഡി റെക്കമെൻഡേഷൻ ആണ്, ഏതൊക്കെ ഏരിയാസ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയാസ് മാസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട്, ഹൗ വൺ ക്യാൻ ഡിഫൈൻ ഡിപെൻഡൻസി തിയറി, criticism of the concept of sustainable development, cultural dimension of globalization, emergence of alternative approach, implication of TRIPS for third world countries. Any prediction and probability for upcoming exam, നിങ്ങളുടെ വരുന്ന എക്സാമിനുള്ള പ്രോബിലിറ്റിയും ഹൈ ചാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹൈ പ്രൊഡിക്റ്റഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രോബിലിറ്റി ഉള്ള ചാൻസസ് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഒരു 50% ചാൻസ് ഉണ്ട് ഇത് ചോദിക്കാനായിട്ടുള്ളത്. അടുത്ത വന്നിട്ട് എമർജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് ആണ്, സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട്, 50% ചാൻസസ് ഈ പറയുന്ന ടോപ്പിക്സിനുണ്ട്. അടുത്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരു 37.5% ചാൻസസ് വരുന്ന മോഡറേറ്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ participatory approach for the management of natural resources, cultural dimension of globalization, how one can define dependency theory, Greenpeace movement and its objectives. ഇനി ലോ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ 25% വരുന്ന ടോപ്പിക്സ് ആണ്, ചാൻസ് ഉണ്ട് വരാനായിട്ട്. ദാറ്റ് ഈസ് growth models of economic development, population problem in India, knowledge and information society, protection of indigenous and traditional knowledge, concerns of trade liberalization for developing countries, the concept need and the objectives, economic process and real progress, perspectives on women development, critical appraisal for the discourse of the web-based knowledge dispersal, implication of TRIPS for third world countries. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എന്ന് പറയുന്നത് വരാൻ ചാൻസ് ഉള്ള ഒരു ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി സ്റ്റഡി റെക്കമെൻഡേഷൻ ആണ്, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. അങ്ങനെ ഫോക്കസ് കൊടുത്തിട്ടുള്ള പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ക്രിറ്റിസിസം ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എമർജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ്, സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട്, ഹൈ ചാൻസസ് ഉണ്ട് വരുന്ന എക്സാമിന് ചോദിക്കാനായിട്ടുള്ളത്. അടുത്ത മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് വിത്ത് മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, cultural dimension of globalization, how one can define dependency theory, Greenpeace movement and its objectives. ഒരു വെൽ റൗണ്ടഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആഴത്തിലുള്ള മനസ്സിലാക്കിയിട്ട് വേണം ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകാനായിട്ട്.
ഈ ലോവർ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് തന്നെ ഈ പറയുന്ന ലോവർ പ്രോബിലിറ്റിയിൽ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ടോപ്പിക്സ്. ഇനി കോംപ്രിഹെൻസീവ് നോട്ട് ടു ദ ലേണേഴ്സ്. ഡിയർ ലേണേഴ്സ്, നമുക്ക് എക്സാം അപ്രോച്ച് ആവുകയാണ്. MSO003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റിന്റെ ഒരു സ്ട്രാറ്റജിക് ഫോക്കസ് നിങ്ങൾ കൊടുക്കേണ്ടത് പറയുന്നത് കീ ടോപ്പിക്സിനും അതിന്റെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സിനും ആ ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയാണ് വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. എത്രയൊക്കെ ക്വസ്റ്റ്യൻസിന് വെയിറ്റേജ് ഹൈ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്, ഫ്രീക്വന്റ്ലി റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഏരിയാസ് ഒക്കെ നിങ്ങളൊന്ന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേണം, കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം നിങ്ങളുടെ എക്സാമിനേഷൻ പാറ്റേൺ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പൊ കീ ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഇതിനകത്ത് ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ്, അതിന്റെ എവല്യൂഷൻ, മേജർ ക്രിറ്റിസിസം, കണ്ടംപററി റെലവൻസ് ഒക്കെയാണ് ഒരു 50% ചോദിക്കുന്നത്. ഇനി എമർജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ച്, ഇതിനകത്ത് നിന്ന് ചാൻസ് എന്ന് പറയുന്നത് 50% ചാൻസ് ആണ് വരുന്നത് നമുക്കറിയാം. ഇതിന്റെ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച്, അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ലിമിറ്റേഷൻസ്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട്. ഒരു 50% അപ്പിയറൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ലിബറൽ തോട്ട്, അതിന്റെ തിയറിസ്റ്റുകൾ ആരാണ്, അതിന്റെ ഇമ്പാക്ട് എന്താണ്, ഡെവലപ്മെന്റ് പോളിസീസിനെ ഇത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത വന്നിട്ട് മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ്. ഇത് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. 37% ചാൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇത് ചോദിക്കുന്നത് പറയുന്നത് അതിന്റെ കേസ് സ്റ്റഡീസ്, അതിന്റെ സക്സസ് ഫാക്ടേഴ്സ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ചോദിക്കുന്നത്. ഈ കൾച്ചറൽ ഡയമെൻഷൻ ഓഫ് ഗ്ലോബലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ 37.5% ചാൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ വരുന്നത് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ കൾച്ചേഴ്സ്, കൾച്ചറൽ ഹോമോജീനിയസും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ ചോദിക്കുന്നുണ്ട്. ഹൗ വൺ ക്യാൻ ഡിഫൈൻ ഡിപെൻഡൻസി തിയറി. 37.5% ചാൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡെഫിനിഷൻ, ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ്, കീ പ്രൊപ്പോണൻസ് ആരൊക്കെയാണ്, ക്രിറ്റിസിസം ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇനി ഗ്രീൻ പീസ് മൂവ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുന്നുണ്ട്. അതിന്റെ 37.5% അപ്പിയറൻസ് വരുന്ന, പ്രോബിലിറ്റി വരുന്ന, ഒരു ചാൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഗ്രീൻ പീസ് മൂവ്മെന്റ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിന്റെ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, മേജർ ക്യാമ്പയിൻസ്, അതിന്റെ ഇമ്പാക്ട്സ് ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്ത ലോവർ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ 25% പ്രോബിലിറ്റി ഉണ്ട് ഈ ടോപ്പിക്സുകൾ ചോദിക്കാനായിട്ട്. അങ്ങനെ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഗ്രോത്ത് മോഡൽസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ്, പോപ്പുലേഷൻ പ്രോബ്ലം ഇൻ ഇന്ത്യ, knowledge based information society, protection of indigenous and traditional knowledge, concerns to trade liberalization for developing countries, the concept, need and objectives, economic progress and real progress, perspectives on women development, critical appraisal for the discourse of web based knowledge dispersal, implication of trips for third world countries എന്ന് പറയുന്ന ടോപ്പിക്കുകളൊക്കെ ലോവർ ചാൻസ് വരുന്ന ടോപ്പിക്സ് ആണ് എന്ന് കരുതിയിട്ട് പഠിക്കാതെ പോകരുത്. അതിന് ഒരു ടൈം അലോട്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സുകൾ പഠിക്കുക. ഇനി സ്റ്റഡി ടിപ്സ് ആണ്. ഹൈ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്സുകൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. പാസ്റ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ചാൻസ് ടോപ്പിക്സുകൾ നമ്മുടെ ഇവിടെ ലേൺ ബേസിന്റെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിറ്റിസിസം ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, എവൻജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ച്, സ്ട്രീംസ് ഓഫ് ലിബറൽ തോട്ട്, ഇതൊക്കെ ഹൈ പ്രോബിലിറ്റി വരുന്ന ഏരിയ ആണ്. മസ്റ്റ് ആയിട്ടും ഈ പറയുന്ന ഏരിയാസ് കവർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ടുള്ളത്. ഇനി അണ്ടർസ്റ്റാൻഡ് ദ കോർ പ്രിൻസിപ്പിൾസ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് വെറുതെ കാണാപ്പാഠം പഠിക്കാതെ തന്നെ അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതിന്റെ ചാൻസസ് എന്താണ്, ഇപ്പൊ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് പോലുള്ള നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ കൾച്ചറൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്സുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ അതിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കോർ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ പറയുന്ന ടോപ്പിക്സുകൾ പഠിക്കാനായിട്ടുള്ളത്. ഇനി റിവ്യൂ ഓഫ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് നിങ്ങളുടെ എക്സാമിന് പഠിക്കുമ്പോൾ. അതിന്റെ പാറ്റേൺസുകൾ മനസ്സിലാക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ടൈപ്പ് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എഴുതി തന്നെ പഠിക്കണം. എഴുതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാമിന് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ഈ പറയുന്ന 5 questions 20 മാർക്സ് നമുക്ക് അഡ്രസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി സ്റ്റഡി എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ്, നിങ്ങളുടെ ലെക്ചർ നോട്ട്സ്, ഓൺലൈൻ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി ഡിസ്കഷൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ക്ലാരിഫൈ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങളുടെ മെന്റേഴ്സും ഒക്കെ ആയിട്ട്. സോ അത് വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നിങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റഡി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക ഡൗട്ടുകൾ വരുന്ന ഏരിയാസ്. ഇനി പ്രാക്ടീസ് ആപ്ലിക്കേഷൻ, തിയറട്ടിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ചോദിച്ചിട്ട് അതിന്റെ റിയൽ വേൾഡ് സെനാരിയോസ് എങ്ങനെയാണ്, എക്സാം എങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് വരുന്നത്, നിങ്ങളുടെ ആ ഒരു അനലൈസ് പാർട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള രീതികൾ ആപ്ലിക്കേഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു നല്ലൊരു ധാരണ ഉണ്ടാവണം. കാണാപ്പാഠം പഠിക്കരുതെന്ന് പറയുന്നതിന് ഒരു റീസൺ അതാണ്. കാരണം മനസ്സിലാക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത്.
കാരണം ഓരോ ടോപ്പിക്കിനും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ ഇത്ര വെയിറ്റേജ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും പഠിക്കാനായിട്ട്. അത് പഠിക്കുന്നത് മാത്രമല്ല, എക്സാമിന് എഴുതുന്ന സമയത്തും നിങ്ങൾ ആ ഒരു ക്വസ്റ്റിന് എത്ര ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്ത് എഴുതാനായിട്ടുള്ളത്. ഹൈ പ്രോബിലിറ്റി, മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പിക്സിനും ഒക്കെ അത്യാവശ്യം ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത്. ഇനി സമ്മറി. സോ നമ്മൾ ഇത്രയും ഒരു സെക്ഷനിലോട്ട് നമ്മൾ ഇത്രയും വന്ന സ്ഥിതിക്ക് നമ്മൾ ഡിഫറെന്റ് റേഞ്ചസ് ഓഫ് ടോപ്പിക്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, മാർക്ക് വൈസ്, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സമ്മറി നോട്ടിലേക്ക് വരികയാണ്. ഫ്രം ലേൺ ബൈ MSO 003 സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് എക്സാം നിങ്ങൾക്ക് അപ്രോച്ച് ആവുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ upcoming exam of MSO 003 Sociology of Development. Please prioritize your study efforts and increase your chances of success. Prioritize ചെയ്തിട്ട് പഠിക്കുക. നിങ്ങളുടെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ സക്സസ് ചാൻസസ് പറയുന്നത് ഒരു 100%ഓളം സക്സസ് ചാൻസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ അപ്കമിങ് എക്സാം. നമ്മൾ ഇനി നോക്കുന്നത് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. MSO 003യുടെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലേൺ വൈസ് വിളിക്കുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ടിലേക്ക് സ്വാഗതം. 3 hours ആണ് എക്സാം എഴുതാനായിട്ട് തന്നിട്ടുള്ളത്. മാക്സിമം 100 മാർക്സ് ആണ്. ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻ ആണ് എഴുതാനായിട്ടുള്ളത്. 20 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഓഫ് ഡെവലപ്മെന്റ് തിയറീസ്. ഡിസ്കസ് ദ മേജർ ക്രിറ്റിസിസം ഓൺ ദ കോൺസെപ്റ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ക്രിറ്റിസിസം ഓഫ് ഗ്രോത്ത് ഓറിയന്റഡ് തിയറീസ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ദ നീഡ് ഫോർ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ്സ് ഓൺ ഡെവലപ്മെന്റ്. എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന പാർട്ട് explain the streams of liberal thought on development, discuss the Marxian perspectives on development, focusing on its relevance to the contemporary times. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് ആണ്. അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദ പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ടു ദ മാനേജ്മെന്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രൊവൈഡ് എക്സാമ്പിൾസ് ടു ഇലിസ്ട്രേറ്റ് ഇറ്റ് എഫക്റ്റീവ്നെസ്. ബി വന്നിട്ട് ഡിസ്കസ് ദ എമർജൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് ടു ദ ഡെവലപ്മെന്റ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ വന്നിട്ട് ഗ്ലോബലൈസേഷൻ ആൻഡ് ഡയമെൻഷൻ ആണ്. അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് examine the cultural dimension of globalization. How does globalization impact cultural diversity? Critically discuss the implication of truths for third world countries. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 എന്ന് പറയുന്നത് ഡിപെൻഡൻസി തിയറി ആൻഡ് ട്രേഡ് ലിബറലൈസേഷൻ ആണ്. എ വന്നിട്ട് ഡിഫൈൻ ഡിപെൻഡൻസി തിയറി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് സെൻട്രൽ പ്രൊപ്പോസിഷൻസ്. ബി അനലൈസ് ദ എമർജിംഗ് കൺസേൺ ഓഫ് ട്രേഡ് ലിബറലൈസേഷൻ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്ന എ പാർട്ട് എന്ന് പറയുന്നത് ഡിസ്കസ് ദ ജെൻഡർ പെർസ്പെക്റ്റീവ് ഓൺ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഹൈലൈറ്റിംഗ് ദ കീ പോളിസീസ് ആൻഡ് ദെയർ ഇമ്പാക്ട്. B വന്നിട്ട് explain the concept of women, gender and development, how women roles in development have been addressed historically. Question number 7 വന്നിട്ട് knowledge and information society. A, what is knowledge and information society? Discuss its key characteristics and implications. B വന്നിട്ട് critically examine the discourse on web-based knowledge dispersal and its impact on society. Question number 8, development strategies and social movements. A, discuss the paradigm shift in development strategies from traditional to modern approach. B, explain the objective and significance of Greenpeace movement in the context of environmental conservation. നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു സെക്ഷൻ MSO 003യുടെ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യു എക്സാം. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സ്ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.